എന്റെ അമ്മേ. ഇതാണ് മദിരാശി സ്ട്രീറ്റ്. നീ ഇവിടെ എവിടെയെങ്കിലും പാർക്ക് ചെയ്യും. ഇവിടെ മതിയോ? ബാക്കി നമുക്ക് ചോദിച്ചു പോവാം. ഇവിടെ നിർത്ത്. എവിടെയാണോ കട? ഇവിടെ എവിടെയോ ആണ് ആ കട. കറക്റ്റ് അറിഞ്ഞൂടെ? വാ, ആരോടെങ്കിലും ചോദിക്കാം. എന്റെ അമ്മേ, 500 രൂപ കേസ്. എന്താണോ? അല്ല, ഇവിടെ ഒരു സൈക്കിൾ കടയുണ്ടേ. മോനൊരു സൈക്കിൾ മേടിക്കാൻ വേണ്ടിട്ടാ. வண்டி எங்க பார்க் பண்ணிருக்க? വണ്ടി അങ്ക. இது எந்த இடம் தெரியுமா? തമിഴ്നാട്, கோயம்புத்தூர். மதிராசி. வண்டி நோ பார்க்கிங் இடத்துல பார்க் பண்ணிருக்க. போர்டு பாக்கலையா? എങ്ക? அங்க. ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ പാടില്ല. ഒയ്യോ, സോറി മാഡം, എനിക്ക് തമിഴ് അത്ര വശമില്ല. അതെന്റെ കുറ്റമല്ല. അത് ഞങ്ങളുടെ കുറ്റമല്ല. വാ. വായാ. ഒരു 500 രൂപ. 10 മിനിറ്റ് മുമ്പില്ലേ ഞാനിപ്പോ 500. അതുകൊണ്ടാണ് 500 ആക്കിയതില്ലെങ്കിൽ 1000 തരേണ്ടി വന്ന. മാഡം, ഞാൻ പറയുന്നത് കേൾക്കും. ഞാൻ നാട്ടിലേക്ക് എത്തണമെങ്കിൽ കൊടുത്തിട്ട് പോവാൻ നമുക്ക്. കൊടുത്തേക്ക്. ഓക്കെ, പയ്യനക്ക് നല്ല സൈക്കിൾ വാങ്ങിട്ട് പോ. അപ്പൊ വണ്ടി ഇവിടുന്ന് വേഗം എടുത്ത് അപ്പുറത്തേക്ക് മാറ്റിയിടണം. ഓക്കെ, മാറ്റിയിടാം. കീ നിന്റെ വേഗം ഇടണേ. പെട്ടെന്ന് വേണം. പോയാ തമിഴ് അറിയില്ല, കോപ്പ് പറയാതെ വണ്ടി ഇവിടെ കൊണ്ട് പാർക്ക് ചെയ്തിട്ട് അതിന് എന്റെ മെക്കിട്ട് എന്തിനാ? എടുക്കണം മുമ്പോട്ടേക്ക്. പാർക്ക് ചെയ്ത സ്ഥലത്തന്നെ. അണ്ണേ, വണ്ടി ഇങ്ക പാർക്ക് പണ്ണാമ വേറെ എങ്കി എടുത്ത് മാറ്റി. இந்த இடத்துல പാർക്ക് ചെയ്ത് 500 രൂപ പോവും. മാത്രമല്ല ഇവിടെ കുറച്ച് കുത്തും കിട്ടും. ഇത് നോ പാർക്കിംഗ് ഏരിയ തന്നോടാരാ പറഞ്ഞേ? അടി ചക്കര, അണ്ണന്മാര് മലയാളികളാണല്ലേ. ദേ അവിടെ ബോർഡ് എഴുതി വെച്ചിരിക്കുന്ന കണ്ടോ, നോ പാർക്കിംഗ്. ഹലോ, അത് നോ പാർക്കിംഗ് എന്നല്ല എഴുതിയിരിക്കുന്നത്. പിന്നെ തട്ടിപ്പുകാരെ സൂക്ഷിക്കാന്നാ. ഇവനൊക്കെ ഇത് എവിടെ നടാ? പല പിന്നെയും പോയി. നമുക്ക് വിട്ടുപോവാം. നീ എന്റെ മുഖത്തേക്ക് ഒന്ന് സൂക്ഷിച്ചു നോക്കിയേ. എവിടെയെങ്കിലും കണാരൻ എഴുതി വെച്ചിട്ടുണ്ടോ? എഴുതിയൊന്നും വെച്ചിട്ടില്ല. പക്ഷെ ചന്ദ്രന്റെ ശരീരത്തിൽ എവിടെ ഒരു കിടപ്പുണ്ട്. വന്നപ്പോ മുതൽ തുടങ്ങിയത്. വാ ചന്ദ്രൻ വന്നേ. ജയബാല, நம்ம ஊர் வழக்கப்படி தப்பு பண்ணவன் கிடைக்கலன்னா கிடைச்சவனை தூக்கி உள்ள போட்டுருவோம். അതിപ്പോ ഞങ്ങളുടെ നാട്ടിലും അങ്ങനെ തന്നെയാ. കട്ടവനെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയവനെ കൊണ്ടുപോകും. ஆனா நான் அப்படிப்பட்டவன் கிடையாது. என்ன நம்பலாம். இடிச்ச வண்டியோட நம்பர் நோட் பண்ணீங்களா? அது பின்ன திருதியில നോക്കാൻ പറ്റില്ല. எப்படி ஆனாலும் கேஸ் ரெஜிஸ்டர் பண்ணி தான் ஆகணும் சார். ஆனா உங்களை நான் இந்த கேஸ்ல இருந்து அவாய்ட் பண்ணிக்கிறேன். அன்ஐடென்டிஃபைடு வெஹிக்கிள்னு எஃப்ஐஆர் எழுதி போட்டுக்கிறேன். ஓகே സാർ, ഇത് ഞങ്ങൾ ഒരിക്കലും മറക്കില്ല സാർ. കൊടുക്ക് സാർ, ഒരു മിനിറ്റ്. അയ്യോ, സീലോട്ടല്ല, കാശ് കൊടുക്കാൻ. നോക്കിയോ, ഞാൻ ലോക്കറിലെ പൈസ വെച്ചിരിക്കുന്നു, എടുത്തോട്ടെ. என்ன சந்திரன் இது? എന്റെ ഒരു സന്തോഷത്തിന്. நான் லஞ்சம் வாங்க மாட்டேன் சந்திரன். ஐ எம் சாரி. എടാ, ഇതാടാ പോലീസ്. ഇതാണ് പോലീസ്. ഏതായാലും ഇവിടം വരെ വന്ന സ്ഥിതിക്ക് കുറച്ചു നേരം ഇരുന്നിട്ടങ്ങോട്ട് പോവാം. എന്തിനത്? എടാ, കുട്ടിക്ക് ബോധം വരികയാണെങ്കിൽ ഒന്ന് കണ്ടിട്ട് പോകുന്നല്ലേ സാമാന്യ മര്യാദ. ചന്ദ്രേട്ട വെറുതെ കുരിശാവൂട്ടാ. കുരിശായോ? ആ കുട്ടിയുടെ കയ്യിൽ നിന്ന് കിട്ടിയതാ. പിന്നെ ഈ ഫോട്ടോയും ഉണ്ട്. പിന്നെ ഈ മരുന്ന് വാങ്ങണം. ഞങ്ങളോ? പിന്നെ ഞാനാ. ആ കുട്ടിയുടെ ബന്ധുക്കൾ ആരെങ്കിലും വരുന്നത് വരെ നിങ്ങളല്ലാണ്ട് പിന്നെ ആരാ ഇതൊക്കെ ചെയ്യുന്നത്? പോയി വാങ്ങിച്ചോണ്ട് വാ. അയ്യോ, പോവാൻ വാ. എന്താ ഹിന്ദിയിലൊരു ചൊല്ലുണ്ട്, കഷ്ടകാലത്തെ സമയം കോണൻ പാമ്പ് ഹോക്കർ കൊത്തു. അതല്ലേ നീ മനസ്സിൽ ഉദ്ദേശിച്ചത്? സാരമില്ലടാ, ആ കുഞ്ഞിന് വേണ്ടിട്ടല്ലേ. ഹലോ, പാർക്കിംഗ് ഫീസ് എത്രയായി? 100 rupees. 100. നീയോ? ഓഹോ, അപ്പൊ പോലീസിന്റെ വേഷം മാറി നീ ഈ പണിക്കിറങ്ങിയോ? ഞാൻ പല ജോലിയും ചെയ്യും. സംസാരിച്ചിരിക്കാതെ വേഗം പൈസ എടുക്കണോ. ഹലോ മോള, ആരോടാ സംസാരിക്കുന്ന അറിയാമോ? തരാൻ മനസ്സില്ലെങ്കിലോ? ഇതെന്താ വെള്ളിരിക്കാൻ പറ്റണോ? ജയബാല, വിളിക്കണ പോലീസിനെ. ഇവളുടെ കള്ളക്കളി ഇന്നത്തോടെ അവസാനിപ്പിച്ചിട്ട് പത്താത്
நான் இங்க வச்சிருந்த 5000 ரூபாய இந்த ஆளு புடுங்கிட்டாரு. அப்படியா? ஐயோ, வெறி பயலே. டேய், எங்கடா காசு? அங்கயா? கஜனாவில வச்சிருக்குது? இல்ல இல்ல அங்க தேடுறா. ஒரு கெட்ட நோட்டு இருக்கு. அப்படியா? അയ്യോ കെട്ടല്ല ആ കെട്ട് നോട്ടല്ല காசு குடுறா. കെട്ടില്ലെന്ന് വിടറാ காசு குடுறா. டேய், சீக்கிரம் குடுறா. കൊടുക്കല്ലേ அகஜி என்ன பாரு, கரெக்டா இருக்காது. ഭാഗ്യം ഭാഗ്യം ഫ്രണ്ടുകൾ കണ്ടില്ല தேங்க்ஸ் அண்ணா. வாங்கடா. டேய், ഇതെപ്പെടുത്ത് അവിടെ വെച്ച് മോനെ അന്യനാടാ കഷ്ടകാലക്കെ സമയപ്പർ കോണാൻ പാമ്പ് ഹോക്കറൊക്കെ ഒത്തുകേ അതുകൊണ്ടല്ലേ അവിടെ ഒളിപ്പിച്ചത് தேங்க்ஸ் ചേട്ടാ. എടി നിന്നെ ഞാൻ- വേണ്ട. പീഡനം. പീഡനം ചന്ദ്രൻപിള്ളയ്ക്ക് 10 വർഷം കഠിന തടവും പിഴയും. പീഡനം. പീഡനത്തിന് ലോകത്തെങ്ങും ഒരേ ശിക്ഷ. നാറും. എടി നാണവും മാനവും കെട്ട ശവമേ നീയൊക്കെ അത്രയ്ക്കൊന്നും ഇല്ല. എടി നാണം അവളുടെ പെണ്ണാന്നും പറഞ്ഞിങ്ങനെ പറ്റിച്ച് ജീവിക്കാൻ. ചേട്ടാ, ഈ ലോകം പറ്റിപ്പുകളുടെ ലോകമല്ലേ ചേട്ടാ? എന്താ ഭാര്യ ഭർത്താവിനെ പറ്റിക്കുന്നു, ഭർത്താവ് ഭാര്യ പറ്റിക്കുന്നു, സർക്കാർ ജനങ്ങളെ പറ്റിക്കുന്നു, ജനങ്ങൾ സർക്കാരിനെ പറ്റിക്കുന്നു. പിന്നെന്താ എനിക്ക് പറ്റിച്ചാല്? ചില നേരത്ത് പോലീസ്, ചില നേരത്ത് പാർക്കിംഗ് ഫീ പിരിക്കുന്ന ഏജന്റ്. പല വേഷത്തിൽ എന്നെ പ്രതീക്ഷിക്കാം എപ്പോഴും. പോടി. ഒന്ന് തടവിയേ. സോറി, ഇടി ഇത്ര ഹെവി ആവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഹലോ, എന്താ നിന്റെ പേര്? മായ. അതും ഒറിജിനൽ തന്നെയാണോ അതെ. അതോ? പിന്നെ ഈ പേര് വെച്ച് പോലീസ് കംപ്ലൈന്റ് ചെയ്യാനാണ് പരിപാടിയെങ്കിൽ യോ സീവിടുവേ. അവൾ എന്ത് ചെയ്യുമെന്ന ഉദ്ദേശിച്ചത്? കഷ്ടകാലക്കെ സമയമേ കോണാൻ പാമ്പ് ഹോക്കർ കൊത്തുകേ. ഹലോ, അപ്പൊ ഞാനടാ. അച്ഛൻ സൈക്കിള് മേടിച്ചോ? ഇല്ല മക്കളെ, ഇന്നിവിടെ ഹർത്താലാ. നാളെ മേടിക്കാൻ പറ്റൂ. അയ്യോ, അച്ഛൻ വൈകുന്നേരം എത്തുമെന്ന് വിചാരിച്ച് ഞാൻ ഫ്രണ്ട്സിനെയൊക്കെ വരാൻ പറഞ്ഞല്ലോ. അതിനെന്താ, അവരോട് നാളെ വരാൻ പറഞ്ഞാ പോരെ? ശരി. പിന്നെ അച്ഛാ, ഇവിടെ ഒരാൾക്ക് അച്ഛനോട് സംസാരിക്കണം. ആർക്ക്? ജാനകിയമ്മയ്ക്കാ? ജാനകിയമ്മയല്ല, അപ്പൂന്റെ അമ്മ ഭാമയാ. നീ എന്താ അവിടെ? മോനെ കുറിച്ച് അച്ഛനൊരു വിചാരമില്ലാന്ന് കരുതി അമ്മയ്ക്ക് എങ്ങനെയാവാൻ പറ്റില്ലല്ലോ. ക്ലാസ്സിൽ നിന്ന് നേരെ ഇങ്ങോട്ട് പോന്നു. ഇനിയിപ്പോ ചന്ദ്രേട്ടൻ വരാത്ത സ്ഥിതിക്ക് ഇന്ന് രാത്രി ഞാൻ ഇവിടെയാ. വേണ്ട വേണ്ട, വീട്ടിൽ പോ. വേണോ വേണ്ടോന്നൊക്കെ ഞാൻ തീരുമാനിച്ചോളാം. സാറ് ഞാൻ പറഞ്ഞ സാധനം മറക്കാതെ ഇങ്ങ് വാങ്ങിച്ചോണ്ട് വന്നാ മതി. എന്ത്? താലി വെക്കട്ടെ? ടീച്ചർ കിസ് അടിച്ചല്ലേ? നിനക്കെങ്ങനെ മനസ്സിലായി? പെമ്പിള്ളേര് ഫോണിൽ കൂടി കിസ് അടിക്കുമ്പോ ഞാനും ഇങ്ങനെയാ ചേന്ന് പറയും, അടുത്തുള്ളവർ അറിയാതിരിക്കാൻ. ഞാനും അങ്ങനെയാ. സെയിം ടീം. വരുന്നുണ്ട് പിശാചിന്റെ സന്തതി. നിക്കടാ ജോണി, നീ എന്ത് തോന്നിയാസാ കാണിച്ചത്? ടോണിക്കുട്ടനെ പിടിച്ച് ബിവറേജിന് മുമ്പിൽ ക്യൂ നിർത്തിയോ? നിർത്തിയച്ച അച്ഛനല്ലേ കഴിഞ്ഞ ഞായറാഴ്ച കുർബാന കഴിഞ്ഞപ്പോ പ്രസംഗിച്ചത് കുട്ടികളെ ക്ഷമ അച്ചടക്കൊക്കെ പഠിപ്പിക്കണമെന്ന്. അപ്പൊ ഈ പറഞ്ഞ ക്ഷമ അച്ചടക്കൊക്കെ പഠിക്കണമെങ്കിൽ ബീവറേജിന്റെ ക്യൂവിൽ തന്നെ നിക്കണച്ചോ. ചുമ്മാ അതല്ല നിനക്ക് സസ്പെൻഷൻ കിട്ടിയത്. ഞാൻ നാളെ അരമനെ പോകുമ്പോ അച്ഛനും എന്റെ കൂടെ വന്നോട്ടോ. അതെന്നാ? അല്ല, അവിടത്തെ തിരുമേനി പറഞ്ഞിട്ടുണ്ട് ചെല്ലുമ്പോ ഒരു കുരിശ് കൊണ്ട് ചെല്ലാൻ. ഈ ഇടവകയിൽ ഇത്ര നല്ലൊരു കുരിശ് വേറെ ഉണ്ടോ?